ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തുടരന്വേഷണത്തിന്റെ വിധി വന്നതിന് ശേഷം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടുവന്നത്. അവസാനഘട്ടം ചർച്ചയുടെ അവസാനത്തിലേക്ക് പോകുമ്പോൾ ഈ ചർച്ച ഇവിടെ ഈ സെക്ഷൻ അവസാനിക്കുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആദ്യമായി ജോർജ് ജോസഫിനോട് ഇത്തരത്തിൽ ഉള്ള ഒരു അന്വേഷണത്തിന് കോടതിയുടെ മേൽനോട്ടത്തിൻ്റെ പ്രസക്തി ഒന്ന്. രണ്ട്, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാണിയുടെ റൂമിൽ കയറി റെയ്ഡ് നടത്തി പണം പിടിക്കാൻ പ്രാപ്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന് കൈവന്നില്ല. എന്തുകൊണ്ട്? അത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ്. താങ്കൾ രാഷ്ട്രീയം പറയേണ്ട, പക്ഷേ ഇത്തരത്തിലൊരു കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിന് തെളിവ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള മുൻവിധി ഒഴിവാക്കി. അല്ല, കോടതിയുടെ മേൽനോട്ടം നടക്കട്ടെ, നല്ല കാര്യമാണ്. കാരണം ഒരു സുതാര്യത ഉണ്ടാകുന്ന ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും തോന്നും, ആയിക്കോട്ടെ, അത് നല്ല കാര്യം. പക്ഷേ മാണിയുടെ ഈ കേസിനകത്ത് ഒരു ഫർദറായിട്ടുള്ള ഒരു എവിഡൻസ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിൻ്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞെന്നാണ് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ഇനി വേറൊരു കാര്യം ചോദിച്ചതാണ്, ഈ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഇത്, അതായത് സല്യൂട്ട് ചെയ്യുന്നവരെ പോലും. അതെ, അത് ഞാൻ പറയാം. അതിന് സുകേശന് എന്തെങ്കിലും ഭയം വല്ലതും ഉണ്ടെങ്കിൽ സുകേശൻ്റെ മേലധികാരിയായ വിൻസെന്റ് പോൾ ഡയറക്ടറുണ്ട്, അദ്ദേഹത്തിന് എഴുതി കൊടുക്കാമല്ലോ. എനിക്ക് അത് എന്തുകൊണ്ട് ചെയ്തില്ല? അല്ലേ, അന്ന് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ആ പണം അവിടെ ഉണ്ടെന്ന് ആലോചിക്കുന്ന പണമൊന്നും അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പ്രശ്നം ഒന്നിക്കില്ല. അന്ന് എന്ത് വിദഗ്ധനായ വ്യക്തിയാണ് മാണി. ഇദ്ദേഹം വിഗ്രഹമല്ല കൊണ്ട് കൊടുത്തത്, തിരിച്ച് കണ്ടെടുക്കാൻ കറൻസിയാണ്. ഏത് കറൻസി എവിടെ നിന്ന് കണ്ടെത്തും? ആകെ ഇത് എങ്ങനെ ചെലവാക്കിയതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താനേ പറ്റുള്ളൂ. അത് കോടതി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ കോടതി വിധിയിൽ വളരെ കൃത്യമായി രണ്ടാം ഘട്ടം, ഒരു ഘട്ടം കോടതിയുടെ കാഴ്ചപ്പാടിൽ പൂർണ്ണമായി കോടതി ആക്സെപ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് രണ്ടാം ഘട്ടവുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തൂ നിങ്ങൾ എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. സുകേശൻ എന്നൊരു SP ഉദ്യോഗസ്ഥൻ പോട്ടെ, ഇദ്ദേഹം സർവീസിലുണ്ടായിരുന്നല്ലോ, ഇദ്ദേഹമാണ് സാറാണ് അന്വേഷിച്ചത് എങ്കിൽ ഇത്രയും സെൻസിറ്റീവായ ഒരു കേസിൽ ഒരു ആത്മഹത്യാപരമായ നിലപാട് സാർ എടുക്കുമോ? അതിന്റെ എല്ലാ തലവും ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഒരു ആത്മഹത്യ ഒരാ നിലപാട് ഇല്ല. ഞാനാണ് തീർച്ചയായിട്ടും കയറിയിരിക്കുക, എന്നാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നത്. ഞാൻ മാണിയെ ഡിഫെൻഡ് ചെയ്യുന്നില്ല. ഞാനിപ്പോ BJP കാരനോ CPM കാരനോ മുസ്ലിം ലീഗോ ആരായാലും ശരി, നിയമമാണ് ഞാൻ പറയണത്. അന്വേഷണം തൃപ്തികരമല്ലെന്ന് മേലുദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ ഒന്നുകിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവിടണം, ഇല്ലെങ്കിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം. വിജിലൻസ് ഡയറക്ടർ ഇത് രണ്ടും ചെയ്തില്ല. ഇന്നലെ കോടതിയുടെ ഒബ്സർവേഷനാണ് ഞാൻ പറയുന്നത്. വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിലെ SP മാത്രമാണ് ഈ കേസ് അന്വേഷിച്ചത്. അതിനാൽ കുറ്റപത്രം വേണമോ വേണ്ടയോ എന്ന അഭിപ്രായം പ്രകടിപ്പിക്കാൻ മറ്റാർക്കും അധികാരമില്ല. CRPCയിലെ 2H ആണ് ഇൻവെസ്റ്റിഗേഷൻ ഡിഫൈൻ ചെയ്തത്. ആ ഡിഫൈൻ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനിൽ SHO ആയ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായ ആൾ സുകേശനാകാം, ആരുമാകാം. അങ്ങനെയുള്ള ഒരാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് കോടതിയിൽ സമർപ്പിക്കുവാനുള്ള അധികാരം ആ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറിനുള്ളതാണ്. ആ സാർ പറയുന്നു അതിൽ തെളിവില്ല, ഇനിയും അന്വേഷിച്ചാൽ കണ്ടെത്തില്ല, സാറിന്റെ ഒബ്സർവേഷൻ. പക്ഷെ അത് അന്വേഷിച്ച SP റാങ്കിലുള്ള ഓഫീസർ, ഉത്തരവാദിത്തപ്പെട്ട നിയോഗിക്കപ്പെട്ട ഓഫീസർ സർക്കാർ തന്നെയാണല്ലോ, വിജിലൻസ് തന്നെയാണല്ലോ അദ്ദേഹത്തെ അസൈൻ ചെയ്ത്. അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലോ. അപ്പോൾ അദ്ദേഹം അസൈൻമെന്റ് അദ്ദേഹത്തിന്റെ നിലപാടിൽ അത് കേസ് നിൽക്കും. മാണി പ്രതിയാണ്, സാഹചര്യ തെളിവുകളുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ തന്നെയാണ് നിലവിൽ സ്വീകരിക്കേണ്ടത്. അല്ലാതെ CRPC വകുപ്പില്ല, അത് അങ്ങനെയായിരിക്കാം, ഇങ്ങനെയായിരുന്നു കൂടെ എന്നിപ്പോൾ പറയാൻ പറ്റില്ല. അത് പറയേണ്ടത് വിചാരണ വേളയിലാണ്, കേസിന്റെ അടുത്തൊരു ഘട്ടത്തിലാണ്. അതപ്പോൾ പറഞ്ഞോ. ജോർജ് ജോസഫ്, താങ്കളുടെ പ്രതികരണം സമഗ്രമാകാം. ഈ വാദങ്ങളെ കൂടി നിരത്തി റൈമിലേക്ക് എത്താം. ശ്രീ ജോർജ് ജോസഫ്. അല്ല, കാരണം ഇദ്ദേഹം പറഞ്ഞ 2H CRPC അന്വേഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. സുപ്രീം കോടതിയും പറയുന്നുണ്ട് ഒരു അന്വേഷണത്തിൽ മേലുദ്യോഗസ്ഥന് ആർക്കും ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ വിജിലൻസ് കേസിനകത്തും ക്രൈംബ്രാഞ്ചിൻ്റെ കേസിനകത്തും ആ സെക്ഷൻ 36 CRPCയിലും 158 CRPC കൂടെ വായിക്കണം. അവിടെ മേലുദ്യോഗസ്ഥന് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ലോക്കലിലുള്ള ലോ ആൻഡ് ഓർഡർ കേസിനകത്ത് മേലുദ്യോഗസ്ഥന് ഏറെയും ആ വാദങ്ങൾ വിട്ട് രാഷ്ട്രീയമായി ഉള്ള പ്രതികരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഈ ചർച്ചയുടെ സെക്ഷൻ അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ UDF പാളയങ്ങളിൽ നിന്ന് വരുന്ന ഭിന്ന സ്വരങ്ങൾ, കേരള കോൺഗ്രസിൽ നിന്ന് വരുന്ന ഭിന്ന സ്വരങ്ങൾ
ഒരു നീതിയുടെ നിർവഹണം എല്ലാ കാലഘട്ടത്തിലും എല്ലായിടത്തും ഒരുപക്ഷെ എല്ലാ വിഭാഗക്കാരിലും ഒരു ഇടതുപക്ഷ ഉണ്ട് കേരളത്തിൽ എന്ന് നിരീക്ഷിച്ച പല നേതാക്കന്മാരും നിങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ അത്തരത്തിലൊരു കൾമിനേഷൻ എന്തായിരിക്കും UDF ഉണ്ടാവുക? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ അതിന് കാറ്റലിസ്റ്റ് ആകും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കേരളം ഭരിക്കാൻ മാൻഡേറ്റ് കിട്ടിയ UDF കഴിഞ്ഞ അവരുടെ കാലയളവിൽ ഉടനീളം എല്ലാ മേഖലയിലും അഴിമതി കൊടികുത്തി പാടുന്നു. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഞാൻ കടകംപള്ളിയും പാറ്റൂരും എല്ലാം നേരത്തെ സൂചിപ്പിച്ചു. അതിന് പുറമെ നിങ്ങൾ നോക്ക്, കൺസ്യൂമർ ഫെഡിൽ ടോമൻ തച്ചകരിയെക്കുറിച്ച് മുമ്പ് പല ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. അതിൽ കുറ്റക്കാരനാണ്, അവിടെ അഴിമതി നടന്നു എന്ന ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റി. കോൺഗ്രസ് അനുകൂല സംഘടനകളും സതീശൻ പാച്ചിനി ഉൾപ്പെടെയുള്ളവർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. KPCCയുടെ നേതൃത്വമാണ്, പ്രതിപക്ഷമല്ല. എന്നിട്ടും അദ്ദേഹത്തെ മാറ്റി. എന്നിട്ടോ പുതിയ ആളിനെ വെച്ചു. ടോമൻ തച്ചങ്കരി അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് മാറ്റിയ മുഴുവൻ പേരെയും യഥാസ്ഥാനങ്ങളിൽ തിരികെ കൊണ്ടുവന്നു. സിഡ്കോയുടെ MD സജി ബഷീർ, സിഡ്കോയുടെ MDയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പുറത്താക്കണം, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം, സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിന് കൊടുത്ത ഹോം സെക്രട്ടറിയിലൂടെ പ്രോപ്പർ ചാനലിലൂടെ കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഇപ്പോഴും വെച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല നടപടിയെടുത്തില്ല, വിവാദമായതാണ്. എത്രയോ അനുഭവങ്ങൾ. ഗവൺമെൻറ് ഓരോ ഘട്ടത്തിലും അഴിമതിയെ വെച്ചു വഴിക്കുകയാണ്. നന്ദി ശ്രീ ജോർജ് ജോസഫ്. സമയപരിമിതി കൊണ്ട് മാത്രം റഹീം, നന്ദി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, ചർച്ച ചെയ്തതിന്. ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന്റെ വിധിയെത്തി. കേരളം ഇന്ന് എത്തി നിൽക്കുന്നത് പ്രതിപക്ഷത്തോടൊപ്പം തന്നെ മാണി രാജിവെക്കണം എന്ന വാദങ്ങൾ ഒരുപക്ഷെ UDF പാളയത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിയുന്നു. ഒപ്പം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കേണ്ടതിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചും രാഷ്ട്രീയമായി കേരളം ചർച്ച ചെയ്തു തുടങ്ങി. ഈ ചർച്ചയുടെ ഈ ഘട്ടത്തിലെ പുരോഗതിയെ സംബന്ധിച്ചാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സഹിതം ചർച്ച ഇവിടെ അവസാനിക്കുന്നത്.